എന്റെ പള്ളി. ഓ എടാ വേക്ക് കത്തി വണ്ടി കത്തി. കേറിയ അത്രേ ഉള്ളൂ. കത്തിയാലെന്താ, വണ്ടി വരുന്ന കണ്ടില്ലേ? അയ്യോ പോലെ. സോ ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു സ്റ്റുഡന്റ് ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മാൻ ട്രക്കുമായിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ള സാധനങ്ങളാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ മണ്ടയ്ക്ക് കയറ്റി വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലോഡും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. നിങ്ങൾ കാണുമ്പോൾ ചെറിയ ലോഡെന്നൊക്കെ വിചാരിക്കും. അതിൻ്റെ അകത്ത് കുറേ വീട്ടു സാധനങ്ങളാണ് ഗൈസ്. കണ്ടാ ചാടുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. മറ്റേ ആ ഉരുണ്ട ഫോയിൽ ഉണ്ടല്ലോ ഗൈസ്, അത് ഇച്ചിരി നല്ല വെയിറ്റുള്ള സാധനമാണ്. അതൊക്കെ കൊണ്ടുവേണം നമുക്ക് പോകാനുള്ളത്. നമ്മൾ പോകുന്ന റൂട്ട് അത്ര ശരിയല്ല ഗൈസ്. നമ്മളങ്ങനെ നല്ല റോഡിൽ കൂടെ ഒന്നും പോകാറില്ല ഗൈസ്, നിങ്ങൾക്ക് അറിയാനുള്ള കാര്യമാണ്. അത്യാവശ്യം നല്ല പ്രശ്നമുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. സോ ഞാൻ കൂടുതൽ പറഞ്ഞൊന്നും ബോറടിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ സ്റ്റാർട്ടിങ്ങിലാണ്. നമുക്ക് പതിയെ നമ്മളെ വണ്ടി കയറി നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക ഗൈസ്. കുറച്ച് ദൂരം ഉണ്ടാട്ടോ പോകാനായിട്ട്, ആ സൈറ്റിൽ പോകാനായിട്ട് അത്യാവശ്യം നല്ല ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഈ വണ്ടി ഇതുപോലെ തന്നെ നമുക്ക് കൊണ്ടെത്തിക്കണം. കാരണം നമുക്ക് പേയ്മെന്റ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ വണ്ടിനെ ഈ ക്വാളിറ്റി തന്നെ കൊണ്ടെത്തിക്കണം. നമ്മുടെ വണ്ടി സേഫ് ആയിട്ട് കൊണ്ടുപോയാൽ ഫുൾ പേയ്മെന്റും തരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ഡാമേജും വരുത്താണ്ട് നമ്മളെ വണ്ടി കൊണ്ടുപോകണം കേട്ടാ. അതാണ് മെയിൻ സംഭവം. വണ്ടിക്കൊരു ഡാമേജ് വരുത്താൻ പാടില്ല. അതുപോലെ ഈ സാധനവും നമുക്ക് സേഫ് ആയിട്ട് കൊണ്ടുപോകണം ഗൈസ്. ഇച്ചിരി പാടാണ്, കാരണം അത്യാവശ്യം നല്ല ലോഡുള്ളതുകൊണ്ട് കല്ലൊന്നും ഇല്ലാത്ത സ്ഥലത്തൂടെ വേണം നമ്മൾ നോക്കി കണ്ടെടുക്കാൻ. പോകുന്ന വഴിക്ക് എന്തായാലും കല്ലുണ്ട്. നമ്മൾ ഏറ്റവും കല്ല് കുറഞ്ഞ സ്ഥലത്തൂടെ വേണം നമുക്ക് എടുക്കാൻ, അല്ലെങ്കിൽ നമ്മളെ വണ്ടി മൊത്തം പണിയാവും ഗൈസ്. ഏതെങ്കിലും പാർട്ടിന് എന്തെങ്കിലും ഡാമേജ് പറ്റി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി പിന്നെ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണ്ട് നമ്മൾ നോക്കണം കേട്ടോ. മാക്സിമം കല്ലില്ലാത്ത ഏരിയ കൂടെ കൊണ്ടുപോകണേ. എൻ്റെ അടിയാ, ഇവിടെയൊക്കെ ഭയങ്കര പ്രശ്നം കേട്ടോ. പോരാത്തതിന് ചരിഞ്ഞ സ്ഥലമാണ് ഗൈസ്. വണ്ടി ഒരു സൈഡ് വെയിറ്റിലോട്ട് അങ്ങ് ചായാനുള്ള ചാൻസ് ഉണ്ട്. കണ്ട ഇപ്പൊ തന്നെ മറിയാൻ പോയി. നല്ല സ്ലോയിൽ പോവാട്ടോ. ബെസ്റ്റ് മതി നമുക്ക് അവിടെ നിന്നേ. അളിയാ വേണ്ട ഗൈസ്, വണ്ടിയാണേ മറിയാൻ. ഒമ്പോ ഇത് മറിയണ സിറ്റുവേഷനിലാട്ടോ ഗൈസ്. വണ്ടി പതിയെ എടുക്കുമ്പോൾ തന്നെ മറിയണ പോലെ നിൽക്കുക. കാണുമ്പോൾ തന്നെ പേടിയാവും പറയും. ഓക്കെ വരട്ടെ ഗൈസ്. ഞാൻ ബ്രേക്ക് പിടിച്ച് പതിയെ പോകുന്നുള്ളേട്ടാ. കാരണം നല്ല ലോഡുണ്ട്. നല്ല ലോഡെന്ന് വെച്ചാൽ നല്ല ലോഡുണ്ട് ഗൈസ്. ഹെവി ലോഡാണ് വണ്ടിക്കകത്ത്. ആ ബാക്കിലുള്ള കോയിലിന് അത്യാവശ്യം നല്ല ലോഡുണ്ട് കേട്ടാ. നമുക്കിങ്ങനെ ഡയറക്റ്റ് ഇറക്കാവോ നോക്കട്ടെ. ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ വണ്ടി ഉറപ്പായിട്ടും മറിയൂടെ. കുറച്ച് ബാക്ക് എടുക്കട്ടെ ഗൈസ് ഞാൻ. ആ പോട്ടെ. ലെറ്റ്സ് ഗോ. മിക്കവാറും ആ ടയർ ഇപ്പം കിടക്കും കേട്ടോ. ആ ടയർ ഇപ്പം തന്നെ പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ആ വരട്ടെ. അത് നല്ലൊരു കൊക്കയാട്ടോ, നല്ലൊരു കുഴിയാണ്. ഓ ലെറ്റ്സ് ഗോ. ഡിഫറൻഷ്യൽ എല്ലാം നമ്മൾ ഓൺ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ, വേറെ സീനൊന്നുമില്ല. ബാക്ക് ടയർ ഇറങ്ങുമ്പോൾ ആക്സിൽ വല്ല ഓടിയാനുള്ള ചാൻസ് ഉണ്ട്. പതിയാണ് നമ്മൾ ഇറക്കുന്നത്. ലെറ്റ്സ് ഗോ. വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ അങ്ങോട്ട് പോകുമ്പോ ഇച്ചിരി പ്രശ്നമുള്ള സ്ഥലമുണ്ട്, അതൊക്കെ നോക്കിപ്പോണം കേട്ടോ. ഇവിടെ സേഫ് അല്ല ഗൈസ്. നമ്മള് അങ്ങോട്ട് ഇച്ചിരി ഇടുക്കുള്ള സ്ഥലമുണ്ട്, അതാണ് നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത്. ഈ ബാക്കിലുള്ള സാധനമാണ് ഭയങ്കര വെയിറ്റ് കേട്ടോ. നമുക്ക് തൽക്കാലം നമ്മുടെ ഡിഫറൻഷ്യലൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടാം. കാരണം വണ്ടി ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കത്ത് വരുന്നു. അങ്ങനെ ഒരു സീനുണ്ട്. വണ്ടി കത്താണ്ട് നമുക്ക് കൊണ്ടുപോകണം. ഡിഫറൻഷ്യൽ ഇടേണ്ട സ്ഥലത്ത് മാത്രം നമുക്ക് ഡിഫറൻഷ്യൽ ഇട്ട് പോകാതെ, അല്ലാത്തടത്ത് നമുക്ക് നോർമലായിട്ട് പോകുന്ന പോലെ പോയാൽ മതി. ഓക്കെ, അടുത്ത പ്രശ്നമുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. പതിയിറക്കാട്ടോ. ഓക്കെ, സീനില്ലാണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഓ ഗൈസ്, നമ്മൾ നമ്പർ പ്ലേറ്റ് ഒക്കെ പോയി കേട്ടാ. നേരത്തെ ഇറക്കത്തിൽ നമ്പർ പ്ലേറ്റ് എല്ലാം പോയിട്ടുണ്ട്. ഫ്രണ്ട് ടയറൊക്കെ ഏറിലാടേ.
ഇത് മിക്കവാറും കുടുങ്ങിയിരിക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ. ഓ ഓ ഓ ബ്രോ, വണ്ടി മറിയണ്ട്. വണ്ടി മറിഞ്ഞാൽ തീർന്ന്. ബാക്കില് നല്ല ഇടി കിട്ടിയടേ. ഓക്കെ, പതിയെ വെച്ചിറങ്ങട്ടെ ഗൈസ്. ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് വർക്കാവത്തില്ല കേട്ടാ. നമുക്ക് ചെറിയൊരു പിടുത്തേ ഉള്ളൂ. ലെറ്റ്സ് ഗോ ഗൈസ്. അടുത്തൊരു കുത്തനെ ഇറക്കണുണ്ടോ. നല്ലൊരു ഇടുക്ക് റോഡാണ്. ഒരു വണ്ടിക്ക് പോകേണ്ട സ്ഥലമേ ഉള്ളൂ അവിടെ. ഓക്കെ, ഒന്നും നോക്കണ്ട, പതിയെ വെച്ചങ്ങ് ഇറക്കാം. ഡിഫറൻസിൽ പയ്യെ ഇടാട്ടോ. ഡിഫറൻസിലും കാര്യങ്ങളൊക്കെ ഓണാക്കി വെച്ചിട്ട് ഇറക്കാം. ചേസ് തട്ടിയാട്ടാ നിക്കണ വണ്ടി. എന്റെ പള്ളി. ഓ എടാ, വേക്ക് കത്തി, വേക്ക് കത്തി, വണ്ടി കത്തി, വണ്ടി കത്തി, വണ്ടി കത്തി. ചെറിയ വണ്ടി ഇടുങ്ങിയാട്ടാ. എടാ വണ്ടി കത്തി. ഡോറ് പോയിട്ടുണ്ട്. ഞാൻ ഡിഫറൻസിൽ തൽക്കാലം ഓഫ് ചെയ്യുവാണേ. ഇനി വണ്ടിയിൽ ഇളവാനൊന്നും ഇല്ലടേ. ഗൈസ്, ഇവിടെ നമുക്ക് ഡിഫറൻഷ്യലിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ വെച്ച് ഇറക്കുവാണേ. എന്റെ ആളിയ എല്ലാം ഓഫ് ചെയ്യുവാണ്, എല്ലാം ഓഫ് ചെയ്യാണ്. ഡിഫറൻഷ്യൽ എല്ലാം ഞാൻ ഓഫ് ചെയ്യാണ്. കാരണം വണ്ടി കത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ കത്തിയത് എന്നാലും? അയ്യോ, വണ്ടിന്ന് പോകാം. ലെറ്റ്സ് ഗോ. നമ്മൾ സേഫാണ് ഗൈസ്. വണ്ടി ചെറുതായിട്ട് കത്തിയുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കിനി പതിയെ പോവാട്ടോ. വണ്ടി എത്ര ദൂരം ഓടുന്നോ അത്രയും ദൂരം നമുക്ക് പോവാം. വണ്ടി കത്തിക്കൊണ്ടാണ് ഗൈസ് ഓടുന്നത്. ഫ്രണ്ട് ഡോറൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. വണ്ടിയുടെ അകം ഞാൻ കാണിച്ചു തരാട്ടോ. ആ ഡോർ അടയ്ക്കാൻ വല്ല വഴിയുണ്ടാടേ. കത്തണ വണ്ടി കൂടെയാണ് ഗൈസ് നമ്മൾ ഓടിക്കുന്നത്. എടാ, അതുവഴി കയറത്തില്ലടേ ഗൈസ്. ഇവിടെ നമ്മൾ വീണ്ടും ഡിഫറൻസിൽ ഇടേണ്ടി വരും മിക്കവാറും. ലെറ്റ്സ് ഗോ. ഞാൻ ഒന്ന് ഡിഫറൻസിൽ ഇടുവാണ് ഗൈസ്. മാമനോടൊന്നും തോന്നല്ലേ. വണ്ടി എന്നെ ഇപ്പോ ചീത്ത വിളിക്കണായിരിക്കും പാവം. കേറിയ 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 കേറിയ. അത്രേ ഉള്ളൂ. കത്തിയാലെന്താ, വണ്ടി വരുന്ന കണ്ടില്ലേ. ശരിയാളിയ. ഇതെന്തുവാടാ, പാട്ടയാണോ? ഗൈസ്, നമ്മളെ വണ്ടിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ തോന്നില്ല. കുറച്ചു നേരം ഞാൻ എന്തായാലും ഓഫ് ചെയ്തിടാൻ പോവാണ് കേട്ടാ. വണ്ടി കത്തി. ഞാൻ എങ്ങനെയും എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ നിന്ന് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. തൽക്കാലം ഇവിടെ നിന്ന് എടുത്തു നോക്കാം. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഊരി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുപോകാട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് ഒരുപാട് കഷ്ടപ്പെടുത്തണ്ട. നമുക്ക് കുറച്ചു നേരം നമുക്ക് റോഡിൽ കൂടെ ഓടിക്കാം കേട്ടോ. റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ വേറെ സീന് കാണത്തില്ലെന്നാണ് തോന്നണേ. നമുക്കിവിടെ നിന്ന് ഇങ്ങോട്ടാട്ടോ പോകേണ്ടത്. ഈ വണ്ടി ഈ കണ്ടീഷനിലൂടെ നമുക്ക് ഇനി ഓഫ് റോഡ് ചെയ്യിക്കാൻ പറ്റത്തില്ല. മിക്കവാറും ഇപ്പൊ മൊത്തം കരിഞ്ഞ് ചാമ്പലാവൂടെ. അടിപൊളി ഗൈസ്, നമ്മളെ വണ്ടി മൊത്തം പൊളിഞ്ഞാട്ടാ. എന്റെ ആളിയാ. എടാ, വണ്ടി മൊത്തം നിന്ന് കത്തുവാട്ടാ. എടാ, ഞാൻ ബ്രേക്ക് പിടിച്ചിട്ട് നിന്നില്ലടാ. ഞാൻ റിവേഴ്സ് എടുത്തിട്ട് അവിടെ നിന്ന് വളയ്ക്കാൻ നോക്കിയതാ. വണ്ടിയുടെ അവസ്ഥ നോക്കിയത് നിങ്ങളിപ്പോ. ഞാനിപ്പോ മുതലാളിയുടെ അടുത്ത് എന്ത് സമാധാനം പറയും ഗൈസ്.
ഞാനിപ്പോ മുതലാളിക്ക് എന്ത് സമാധാനം പറയും? എടാ നമുക്കിനി ഒന്നും ചെയ്യാനില്ല കേട്ടോ, നമുക്കിങ്ങനെ നോയിക്കൊണ്ടിരിക്കാനേ പറ്റൂ. ഇവിടെ ഫയർഫോഴ്സ് പോലും വരാത്തൊരു ഏരിയ കേട്ടോ, വെള്ളം കോരി ഒഴിക്കാൻ പോലും ഒറ്റ മനുഷ്യന്മാരില്ല, അങ്ങനത്തെ ഒരു ഏരിയയാണ്. നമ്മൾ പെട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ മിഷൻ നമ്മൾ എന്തായാലും ഫെയിൽ ആയിട്ടുണ്ട്. നമ്മളെ വണ്ടിയുടെ അവസ്ഥ കണ്ടാ, ഇതിനെ ഇനി ഞാൻ എന്തോ ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ കടക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീട്ടിലൊക്കെ കൊണ്ട് സാധനങ്ങൾ എത്തിക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയ കേട്ടോ. അപ്പൊ നമുക്ക് സൈറ്റിലൊക്കെ കൊണ്ട് കറക്റ്റായിട്ട് സാധനം എത്തിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയ കേട്ടോ. ഇനി വണ്ടിയുടെ പൈസ കൂടെ ഞാൻ കൊടുക്കേണ്ടി വരും ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറഞ്ഞായിരിക്കും ഗൈസ്. ഇന്നത്തെ പരിപാടി എന്തായാലും ഷോകായി പോയി. നമ്മളിനി അടുത്ത് വരുമ്പോഴത്തേക്കും മാക്സിമം നമ്മൾ എത്തിക്കാൻ നോക്കുക ഗൈസ്. വണ്ടി കത്തിപ്പോയണ്ടാണ്, അല്ലാതെ നമ്മൾ കുറ്റം കൊണ്ടൊന്നല്ല കേട്ടോ. ഞാനവിടെ ബ്രേക്ക് ഔട്ട് ചെയ്യാറ് പറയും, വണ്ടി നിന്നില്ല ഗൈസ്. അപ്പോൾ വേറെ ഒന്നും പറയില്ല ഗൈസ്. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നൊരു ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.